എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ടാരോ കാർഡ് റീഡിംഗ് ആയിട്ടല്ല, ഇതൊരു മെസ്സേജാണ്. പലപ്പോഴും ഞാൻ എൻ്റെ റീഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്, മെഡിറ്റേഷനാണ് എല്ലാത്തിൻ്റെയും സൊല്യൂഷൻ എന്ന്. നമുക്ക് അറിയാം, പലതരത്തിലുള്ള മെഡിറ്റേഷൻ ഉണ്ട്. ചിലർക്ക് ശ്വാസത്തെ നിയന്ത്രിച്ചുകൊണ്ടുള്ള മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്, ചിലർ ശ്വാസത്തെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ചിലർ ഓം എന്ന് പറഞ്ഞുകൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, ചിലർക്ക് പ്രാർത്ഥനയാണ് മെഡിറ്റേഷൻ. അങ്ങനെ അപ്പോൾ പല തരത്തിലുള്ള മെഡിറ്റേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ മെഡിറ്റേഷൻ ചെയ്യാത്ത ആൾക്കാർക്ക് മെഡിറ്റേഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെഡിറ്റേഷനാണ് മൈൻഡ്ഫുൾനെസ്. അപ്പോൾ എന്താണ് മൈൻഡ്ഫുൾനെസ്? വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക, അത്രയും മാത്രമേ ചെയ്യുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. പുറമേ നോക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ഇത് വളരെ ഈസിയാണ് തോന്നുമെങ്കിലും നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളൊരു ചെറിയ കാര്യത്തിൽ തന്നെ എത്രമാത്രം ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ട്. നമ്മളിപ്പോൾ കുളിക്കാൻ പോവുകയാണെങ്കിൽ ആ സമയത്ത് ആ ദിവസം നടന്ന കാര്യങ്ങളും നാളെ ചെയ്യാനുള്ള കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, അല്ലേ? അതുപോലെ പാത്രം കഴുകുകയാണെങ്കിൽ പാത്രം കഴുകുന്ന ഇടയിൽ കൂടി നമ്മൾ ചില കാര്യങ്ങൾ ആലോചിക്കും, വിഷമിക്കും. അങ്ങനെ പല ചിന്തകളിലൂടെ കടന്നു പോകുന്ന സമയമാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും. ഓട്ടോമാറ്റിക്കായിട്ടൊക്കെ നടക്കുന്നു. ഡ്രൈവിംഗ് നടക്കും, പക്ഷേ ചിന്തകളും അതിൻ്റെ ഒപ്പം ഒരുപാട് വരും. അപ്പോൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്, പാത്രം കഴുകുന്ന ഒരാൾ പാത്രം തന്നെ കഴുകുന്നതിൽ ശ്രദ്ധിക്കുക. അതെങ്ങനെയെന്ന് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും. നമുക്കെപ്പോഴും ചിന്തകൾ വരും. ഈ ചിന്തകൾ വരുന്നത് ഒരു സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. പക്ഷേ അതിനെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിൽ ചിന്തകൾ വന്നു, ഞാൻ എന്ത് ചെയ്യാനാ എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ മനസ്സും നമ്മുടെ ഈ കൈയും കാലും ഒക്കെ പോലെ ഒരു അവയവം ആയിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി. ചിന്തകൾ വരുമ്പോൾ ആ ചിന്തകളോട് തൽക്കാലം ആലോചിക്കുന്നില്ല, പിന്നെ ആലോചിക്കാം എന്നുള്ള രീതിയിൽ ഒരു സ്റ്റോപ്പ് ഇട്ടാൽ ആ ചിന്ത അവിടെ നിന്നു. കുറച്ച് കഴിയുമ്പോൾ അടുത്ത ചിന്ത വരും. ആ ചിന്തയെയും നിങ്ങൾ അതേപോലെ കോൺഷ്യസ് ആയിട്ട് നിർത്തേണ്ടതാണ്. അങ്ങനെ പാത്രം കഴുകായാലും കുളിക്കായാലും ചായ കുടിക്കുകയാണെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഇങ്ങനെ വരുന്ന ചിന്തകൾ നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ ആ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് തന്നെ മൈൻഡ്ഫുൾനെസ് ആയിട്ട് മാറും. അപ്പോൾ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങൾ മെല്ലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു സ്ഥലത്തിരുന്ന് പ്രത്യേകമായിട്ട് മെഡിറ്റേറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടൊന്നും വരില്ല. അപ്പോൾ തുടക്കക്കാർക്ക് ഇങ്ങനെ ചെയ്ത് നോക്കുക, നിങ്ങളിതിൽ സക്സസ്ഫുൾ ആകും. ആദ്യം ഒരു 2 മിനിറ്റ്, പിന്നെ 3 മിനിറ്റ്, 5 മിനിറ്റ്, 10 മിനിറ്റ്, അങ്ങനെ മെല്ലെ സമയവും നമുക്ക് കൂട്ടാവുന്നതാണ്. പക്ഷേ ചിന്തകൾ വരുമ്പോൾ അതിനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് മെഡിറ്റേഷൻ്റെ ഫസ്റ്റത്തെ നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു കാര്യം. അങ്ങനെ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെഡിറ്റേഷനിൽ സക്സസ് ഉണ്ടാവുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.